അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം മത്സ്യമേഖലയെ വരിഞ്ഞുമുറുക്കുകയാണ്. കയറ്റുമതി നേരിടുന്ന പ്രതിസന്ധികൾ പങ്കുവയ്ക്കുകയാണ് കേരള സീ ഫുഡ് അസോസിയേഷനിലെയും ഓൾ ഇന്ത്യ അസോസിയേഷനിലെയും ഭാരവാഹികൾ. ചെമ്മീൻ കയറ്റുമതിയിൽ ഇന്ത്യ ഷ്രിംപ് ആക്ട് കൊണ്ടുവരാൻ ഒരുങ്ങുന്നതും വലിയ തിരിച്ചടിയാണെന്ന് ഇവർ പറയുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഓൾ ഇന്ത്യ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. സാറേ, ഈ 50% ആദ്യം ഒരു തീരുവ, അതിനുശേഷം ഇരട്ടി തീരുവ വീണ്ടും വരുന്നു, പിന്നീട് ഇപ്പോൾ 40%, അങ്ങനെ ആകെ 90% ഇപ്പോൾ നിങ്ങൾ സംബന്ധിച്ച് ഈ ചെമ്മീനൊക്കെ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുക. എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ഇഫക്റ്റ് വരുന്നത്? അമേരിക്കയാണ് ഞങ്ങളുടെ ഈ വനാമി ചെമ്മീൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ്. പിന്നെ അമേരിക്ക കൊടുക്കുന്ന വില വേറെ മാർക്കറ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മാർക്കറ്റിലൊന്നും കിട്ടൂല. അത് വളരെയധികം ഒരു പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സീ ഫുഡ് ഇൻഡസ്ട്രി, എക്സ്പോർട്ട് ഇൻഡസ്ട്രി. അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഡൊമസ്റ്റിക്കലി പോകില്ല. ഡൊമസ്റ്റിക്കലി ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റൂല പെട്ടെന്ന്. സാർ, ഇപ്പോൾ അമേരിക്കയെ ഉദ്ദേശിച്ച് നമ്മൾ കയറ്റുമതി ചെയ്യാൻ ഒരുപാട് മീനുണ്ട്, അതെല്ലാം കെട്ടിക്കിടക്കുകയാണോ, മറ്റെവിടേക്ക് അയക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? അപ്പോൾ ചെമ്മീനെ സംബന്ധിച്ചുള്ള ഒരു തീർത്തൊരു അടിയാണ്. കാരണം അത് ആ മാർക്കറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ്സ് കുറവാണ്. ഇപ്പോൾ ചൈന പോലുള്ള മാർക്കറ്റിൽ വാല്യൂ ഒത്തിരി കുറയും. അപ്പോൾ ആ വാല്യൂ കുറയുന്നത് മാത്രമല്ല, ക്വാണ്ടിറ്റി അബ്സോർബ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കണ്ടമാനം ചെമ്മീൻ കെട്ടിക്കിടപ്പുണ്ട്, മൂവ് ചെയ്യാൻ പല പല മാർക്കറ്റ്സിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എക്സ്പോർട്ടിൻ്റെ നല്ലൊരു ശതമാനം മറ്റ് ചെമ്മീൻ അല്ലാത്ത കൂന്തൽ, കണവ, മീൻ ഐറ്റങ്ങൾ ഇതൊക്കെ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഇത് തന്നെ ഡ്യൂട്ടി. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഡ്യൂട്ടി ഇങ്ങനെ നീണ്ടു നിന്നാൽ കുറേ ഉപജീവനമാർഗം കുറേ പേരുടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള വൈസ് പ്രസിഡന്റ് കൂടിയുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, സീ ഫുഡ് ആകെയുള്ള കയറ്റുമതി എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്രയും വലിയൊരു വോള്യൂം, അതായത് 1/3 അമേരിക്കയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇനി മറ്റുള്ള മാർക്കറ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മളെക്കാട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്, ഫിഷർമെൻ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതും അക്വാകൾച്ചർ ഫാമേഴ്സുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റും കൂടെ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ശ്രമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാക്ക് ചെയ്ത് വെക്കുന്നതൊന്നും ഇപ്പോൾ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് എക്സ്പയറി ഡേറ്റ് അങ്ങനെ വല്ലതുണ്ടോ? അതായത് കേടായി പോകും, ബദൽ മാർഗ്ഗങ്ങളിൽ നമുക്ക് തേടാൻ കഴിയാതെ ഉള്ളൊരവസ്ഥ. അത് ഓരോ കൺട്രിയുടെ ഇതനുസരിച്ചിട്ടാണ്. മിനിമം 24 months ഉണ്ടാവും. എന്തായാലും 24 months to 36 months വരെ ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു മാർക്കറ്റിലേക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇമ്മീഡിയറ്റായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് വേണം ഇതിനകത്ത്. ഡൽഹിയിലൊരു സീ ഫുഡ് എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത്. ആ എക്സ്പോ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ട്രംപുമായും അമേരിക്കയുമായും നടക്കുന്ന ചർച്ചകൾ അത് എത്രയും പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബദലായി മറ്റൊരു മാർക്കറ്റ് ഇവരുടെ കയറ്റുമതിക്ക് വേണ്ടി ഉണ്ടാക്കി നൽകുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സജ്ജീകരണം ഒരുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഉപാധി എന്ന് പറയുന്നത്. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.